എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025. Eight of Pentacles, Eight of Cups, Moon card, Queen of Swords, Five of Cups, Eight of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും പ്രതിഫലം അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്ന ഒരു മാസമായിട്ട് കാണാം. നമ്പർ 8 സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് ഫലം അല്ലെങ്കിൽ കർമ്മഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. ആദ്യം തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അടുത്തിടയ്ക്ക് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ള പല കാര്യങ്ങൾക്കും അതിൻ്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല മത്സര പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നതാവാം. IELTS TOEFL അതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ ചിലപ്പോൾ റിസൾട്ട് വരുന്നു. അതേപോലെ പല തരത്തിലുള്ള മത്സര പരീക്ഷകളുടെ ഫലം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് നല്ല ഫലം തന്നെ ലഭിക്കുന്നു. തീരെ പ്രിപ്പയർ ചെയ്യാതെ കറക്കി കുത്ത് പോയിട്ട് പാസ്സാവണം എന്ന് ദൈവത്തിൽ മാത്രം പറഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിന് സാധ്യതയില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫലമാണ്. നിങ്ങൾ എങ്ങനെയാണ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ അതിനനുസരിച്ചിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ ക്ഷമ കാണിക്കുന്നൊരു സമയമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ പൊതുവേ ക്ഷമാശീലരായിട്ട് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കാണിക്കുന്നു. പിന്നെ ഇനി ക്ഷമ കുറച്ച് കുറവുള്ളവരാണ് എങ്കിൽ ക്ഷമയോട് കൂടിയിട്ടിരിക്കാൻ ശ്രമിക്കുക. ക്ഷമ ആട്ടും സൂപ്പിൻ്റെ ഫലം ചെയ്യുന്ന പറയുന്ന പോലെ നിങ്ങൾക്ക് പേഷ്യൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്കുള്ളൊരു പാതയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും, അതായത് നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ടാലൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ പഠിക്കാൻ, നല്ല സർട്ടിഫിക്കേഷൻ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു അവസരവും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികവ് കാണിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കാണിക്കുന്നൊരു ഇത്. പിന്നെ ഓൾറെഡി ചെയ്തു വച്ചിട്ട് ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് ഓൾറെഡി നിങ്ങൾ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് ഫലം. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്, പുതിയ സംരംഭം തുടങ്ങാനായിട്ട്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജീവിതത്തിൽ മൊത്തത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു തുടക്കം കുറിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ചില പഴയ കാര്യങ്ങൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. പഴയ കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു കാര്യത്തിന് സ്ഥലം വേണമെങ്കിൽ പഴയത് നമ്മൾ അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാം ഒരുമിച്ച് ഒരേ സമയം ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ലൈഫിൽ നിന്നെടുത്ത് മാറ്റേണ്ടുന്ന സമയം ചിലപ്പോൾ ചില വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കുക, ഡീക്ലട്ടറിങ് ആണ്. അപ്പോൾ ഡീക്ലട്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം തൂത്ത് വൃത്തിയാക്കുമ്പോൾ പല സാധനങ്ങൾ നമുക്ക് വേണ്ടാത്തതായിട്ട് വീട്ടിലുണ്ടാവും. പക്ഷെ നമ്മൾ പലരുടെയും സ്വഭാവം എല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ കുറേ സാധനങ്ങൾ കളയാൻ മാറ്റി വെച്ചതിൽ നിന്ന് വീണ്ടും തിരിച്ച് ചിലത് നമ്മൾ എടുക്കും. അപ്പോൾ അതായത് നമ്മൾ കളഞ്ഞിട്ടുള്ള ഒരു എനർജി, നമ്മൾ റിലീസ് ചെയ്ത എനർജിയാണ് നമ്മൾ വീണ്ടും തിരിച്ചെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതായത് പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പുതിയതായിട്ട് നടക്കേണ്ടുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലൊരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് പലപ്പോഴും നമ്മളുടെ കർമ്മത്തെ, നമ്മുടെ പ്രാരബ്ധങ്ങളെ കളയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പ്രാരബ്ധ കെട്ടുകളുമായിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു. അത് എന്തിനെന്നറിയില്ല, പക്ഷേ നിങ്ങളത് കളയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല.
പക്ഷെ അത് നിങ്ങൾ വീണ്ടും തിരിച്ചെടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രാരബ്ധം, നിങ്ങളുടെ കർമ്മ, നെഗറ്റീവ് കർമ്മ നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാതിരിക്കുക. ലൈഫിൽ മുന്നോട്ടേക്കാണ് പോകേണ്ടത്, പുറകോട്ടേക്കല്ല. ഓർമ്മകൾ മാത്രം കൂടെ ഉണ്ടായാൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു എനർജിയാണ് നിലനിർത്തേണ്ടത്. അതേപോലെ മൂൺ കാർഡാണ്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ പോലും പൊതുവേ പല കാര്യങ്ങൾക്കും ഇനിയും വ്യക്തത വരാനുണ്ട് എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, എന്ത് കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചൊരു നെഗറ്റീവ് ഡിപ്രസീവ് സ്റ്റേറ്റിലുണ്ടെങ്കിൽ എന്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയുക, കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശാരീരികവും ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച്, പ്രായം ഒരു പ്രശ്നമല്ല, പ്രായമല്ല, ഓരോരുത്തർക്കും ഒരേ പ്രായത്തിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യസ്ഥിതി ആയിരിക്കും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള ഹോബീസ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൂൺ കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളെ വിശ്വസിക്കാൻ മറന്നു പോകുന്നു. മറ്റുള്ളവരെ വിശ്വസിച്ച് മറ്റുള്ളവർ പല ആളുകളെയും കണ്ടിട്ട് നോക്കി അവർക്ക് എന്തൊക്കെയോ വേണം, പക്ഷെ അവരെല്ലാം എല്ലാവരോടും ചോദിച്ചിട്ട് അവർ പറയും ഇതാണ് നല്ലത്, ഓക്കെ, അപ്പോൾ അവരതെടുക്കും. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ, ജീവിതത്തെക്കുറിച്ചിട്ട് നിങ്ങളെക്കാൾ അറിയാവുന്ന മറ്റൊരാളില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ മറ്റൊരാൾ പറയുന്ന വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി സ്വയം ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ഒത്തിരി നാളുകളായിട്ട് എന്തൊക്കെയോ ആഗ്രഹം മനസ്സിലുണ്ട്, അത് സാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ചില ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. അത് മാറ്റിവെച്ചാൽ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വളരെ അതാണ് സ്വന്തം കാലിൽ നിൽക്കുന്ന, ഇപ്പോൾ ജോലിയൊക്കെ വിദ്യാഭ്യാസം, അടുത്തിടയ്ക്ക് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നുണ്ടാവാം. ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു, നല്ല സാധ്യതകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്കുണ്ടാകുന്നു, ഇൻഡിപെൻഡൻസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതൊക്കെ ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും, എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്നൊരു ചിന്തയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, വിവാഹം കഴിക്കാത്തവർ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ളവരൊക്കെ, നിങ്ങൾക്ക് സ്വയം ഭയങ്കര ഒരു വിശ്വാസം വരികയാണ്. പൊതുവെ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ തോറ്റുപോയതാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും പ്രാധാന്യം ഉള്ളൊരു കാര്യം ഈ ഒരു മാസത്തിൽ. 5 ഓഫ് കപ്സ് എനർജി ആൻഡ് 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. പലരെയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തിൽ തൂങ്ങി നിൽക്കാതെ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു അവസരം തരുന്ന സമയമാണ്. പുതിയ ബന്ധങ്ങൾ, പുതിയ അവസരങ്ങളൊക്കെ വരുന്നുണ്ട്, പുതിയ ജോലി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലിയിൽ സംതൃപ്തരല്ലായിരിക്കാം. അപ്പോൾ ടോക്സിക് വർക്ക് എൻവയൺമെൻ്റ് ആണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഒന്നാണ്, പുതിയൊരു ജോലി ഉണ്ടാവും, പുതിയ ജീവിത സാഹചര്യം, നല്ല റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 5 ഓഫ് കപ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇനി ആവശ്യമില്ല, അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്ഷനില്ല. കാരണം പലപ്പോഴും പല ആളുകളും ടോക്സിക് ആയിട്ടുള്ള ബന്ധം അതൊരു ഓപ്ഷൻ ആണെന്ന് വിചാരിച്ച് അതിലേക്ക് തിരിച്ചു പോകും. ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, വീണ്ടും അതിൽ തിരിച്ചു പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ള അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നെ 8 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവിടെ പോയി സെറ്റിൽ ആവുന്നതും മറ്റൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെയുള്ളൊരു നല്ല സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്നു. വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് പർപ്പസ് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ നിയോഗം എന്താണ് നിങ്ങൾ മനസ്സിലാകുന്നു എന്നുള്ളതും ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് പോയി സെറ്റിൽ ആവുന്നതാണ് ലൈഫ് പർപ്പസ് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, അതൊരു മറ്റൊരു കാര്യം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിയോഗം തേടിയുള്ള ഒരു യാത്രയായിരിക്കാം. അത് വിദേശത്തേക്കുള്ള യാത്ര ആയിരിക്കണമെന്നില്ല. ഒരു പക്ഷേ നാട്ടിൽ മറ്റേതെങ്കിലും ഇടത്തേക്ക്, നിങ്ങളെ ശരിക്കും എവിടെയാണോ നിങ്ങൾ താമസിക്കേണ്ടത് ആ ഒരു ഇടത്തേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വേഗം നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ, സർക്കാർ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി നൽകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം. ഓക്കെ,
ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.